അന്റാർട്ടിക്ക ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അവിടുത്തെ കഠിനമായ തണുപ്പാണ്. മനുഷ്യർക്ക് എങ്ങനെയാണ് അവിടെ ജീവിക്കാൻ കഴിയുക എന്ന ചോദ്യവും സാധാരണമാണ്. എന്നാൽ ആ തണുപ്പ് ഒരു കാരണം മാത്രമാണ്. ലോകത്ത് കൊടും മരുഭൂമികളിൽ പോലും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് വരെ താമസ സ്ഥലങ്ങൾ തേടുന്ന ആധുനിക മനുഷ്യന് എന്തുകൊണ്ടാണ് അന്റാർട്ടിക്ക ഇപ്പോഴും ഒരു ദുരൂഹതയെ നിലകൊള്ളുന്നത്? യഥാർത്ഥത്തിൽ അവിടുത്തെ താപനില സാധാരണ നിലയിലായിരുന്നെങ്കിൽ പോലും മനുഷ്യവാസം വളരെ ബുദ്ധിമുട്ടായിരിക്കും. കൊടും തണുപ്പിനെ കൂടാതെ അന്റാർട്ടിക്കയെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു നിർത്തുന്ന യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് നോക്കാം. അന്റാർട്ടിക്കയിൽ മനുഷ്യവാസം സാധ്യമല്ലാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവവും കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമാണ്. ഭൂഖണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും കട്ടിയുള്ള മഞ്ഞുപാളികളോ പാറകളോ ആണെന്നതിനാൽ കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ മണ്ണോ വിളകൾക്ക് വളരാൻ തക്ക സാഹചര്യങ്ങളോ ലഭ്യമല്ല. മനുഷ്യ സമൂഹത്തിന് നിലനിൽക്കാൻ അനിവാര്യമായ കാർഷിക ഉൽപ്പാദനം നടത്തണമെങ്കിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ഇറക്കുമതി ചെയ്യുകയോ അല്ലെങ്കിൽ ഭീമമായ ഊർജ്ജ ചെലവുള്ള ആധുനിക ഇൻഡോർ കൃഷിരീതികൾ സ്ഥാപിക്കുകയോ ചെയ്യേണ്ടി വരും. ഇത് സാമ്പത്തികമായും പ്രായോഗികമായും വലിയൊരു പ്രതിസന്ധി ഉയർത്തുന്നു. അന്റാർട്ടിക്കയിലെ മനുഷ്യവാസത്തിനുള്ള മറ്റൊരു പ്രധാന വെല്ലുവിളി ശുദ്ധജലത്തിൻ്റെ ലഭ്യതയാണ്. ഭൂഖണ്ഡം മുഴുവൻ മഞ്ഞും ഐസും കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിലും ഇത് നേരിട്ട് ഉപയോഗിക്കാവുന്ന ദ്രാവക രൂപത്തിലല്ല എന്നത് ഒരു വലിയ പ്രശ്നമാണ്. താപനില വർദ്ധിച്ച് മഞ്ഞ് ഉരുകിയാൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി വലിയ തോതിൽ മഞ്ഞും ഐസും ശുദ്ധീകരിക്കാൻ കൂടിയ അളവിൽ ഊർജം ആവശ്യമാണ്. മറ്റു ഭൂഖണ്ഡങ്ങളിൽ പോലെ നദികളോ തടാകങ്ങളോ ഭൂഗർഭജല സ്രോതസ്സുകളോ ഇവിടെയില്ല. അതിനാൽ ലഭ്യമായ മഞ്ഞ് വലിയ തോതിൽ ശുദ്ധീകരിച്ച് സംഭരിച്ച് വിതരണം ചെയ്യാനുള്ള ആധുനിക സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതും അവ പരിപാലിക്കുന്നതും സാമ്പത്തികമായും സാങ്കേതികമായും അതീവ സങ്കീർണവും ചെലവേറിയതുമായ പ്രക്രിയയാണ്. അന്റാർട്ടിക്കയിലെ മനുഷ്യവാസം തടയുന്ന അടുത്ത പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടലും സാധനങ്ങൾ എത്തിക്കുന്നതിലെ ബുദ്ധിമുട്ടുകളും. ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഈ വൻകരയിലേക്ക് സാധാരണ ഗതാഗതം സാധ്യമല്ല. മഞ്ഞുമൂടിയ കടലിലൂടെ കപ്പലുകളോ അതിശൈത്യ മേഖലകളിൽ പറക്കാൻ കഴിയുന്ന പ്രത്യേക വിമാനങ്ങളോ മാത്രമാണ് ആശ്രയം. ഈ ഒറ്റപ്പെടൽ കാരണം അന്റാർട്ടിക്കയിൽ നഗരങ്ങളോ വലിയ റോഡ് ശൃംഖലകളോ സ്ഥിരമായ വൈദ്യുതി വിതരണ സംവിധാനങ്ങളോ വ്യവസായശാലകളോ ഇല്ല. അതിനാൽ ഭക്ഷണം, ഇന്ധനം, കെട്ടിട സാമഗ്രികൾ പോലുള്ള എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും മറ്റു വൻകരകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ഇത് വിതരണത്തെ അതീവ ദുർബലമാക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യുസഹായമോ മറ്റു സഹായങ്ങളോ എത്തിക്കുന്നത് പലപ്പോഴും അസാധ്യമാകും. കൂടാതെ ചലിക്കുന്ന മഞ്ഞുപാളികളിലും പാറക്കെട്ടുകളിലും സ്ഥിരമായ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിന് ഭീമമായ സാങ്കേതികവും സാമ്പത്തികവുമായ വെല്ലുവിളികളുണ്ട്. ഈ കടുത്ത ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ അവിടെ ദീർഘകാലം വസിക്കുന്നവരുടെ മാനസികമായ ആരോഗ്യത്തിന്മേൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അന്റാർട്ടിക്കയിൽ മനുഷ്യവാസം സാധ്യമല്ലാത്തതിന് നിയമപരവും ചരിത്രപരവുമായ ചില പ്രത്യേക കാരണങ്ങളും തടസ്സങ്ങളുമുണ്ട്. മനുഷ്യചരിത്രത്തിൽ അന്റാർട്ടിക്കയിൽ തദ്ദേശീയരായ ഒരു ജനവിഭാഗവും ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല എന്നതാണ് ഒരു പ്രധാന കാരണം. ലോകത്തിലെ മറ്റു ഭൂഖണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്റാർട്ടിക്ക എപ്പോഴും ആഗോള കുടിയേറ്റ പാതകളിൽ നിന്ന് വളരെ അകലെയായിരുന്നു. കൊടും തണുപ്പ്, ദക്ഷിണ സമുദ്രത്തിലെ അപകടകരമായ കാലാവസ്ഥ, മനുഷ്യർക്ക് അതിജീവനത്തിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങളായ മരങ്ങളോ കരയിലെ മൃഗങ്ങളോ പോലുള്ളവയുടെ അഭാവവും എന്നിവ കാരണം പുരാതന സമൂഹങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനോ സ്ഥിരമായി താമസിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അതുകാരണം മറ്റു ഭൂഖണ്ഡങ്ങളിൽ കണ്ടുവരുന്നത് പോലെ പ്രാദേശിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടുള്ള സാമൂഹിക സാംസ്കാരിക വികാസമോ ഒരു ജനവാസ കേന്ദ്രമോ ഇവിടെ സംഭവിച്ചിട്ടില്ല. ഈ ചരിത്രപരമായ ശൂന്യതയും ഒരു പ്രധാന പ്രതിബന്ധമായി നിലകൊള്ളുന്നു. ഈ ഭൂഖണ്ഡത്തിലെ മനുഷ്യവാസത്തെ തടയുന്ന മറ്റൊരു പ്രധാന ഘടകം നിലവിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളാണ്. 1959 നിലവിൽ വന്ന അന്റാർട്ടിക് ഉടമ്പടി സമ്പ്രദായം ഈ ഭൂഖണ്ഡത്തെ സമാധാനപരമായ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കായി മാത്രമാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഈ ഉടമ്പടി പ്രകാരം സ്ഥിരമായ വാസസ്ഥലങ്ങൾ, ഖനനം, സൈനിക പ്രവർത്തനങ്ങൾ, വാണിജ്യപരമായ ചൂഷണം എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ നിയമങ്ങൾ ഉള്ളിടത്തോളം കാലം വലിയ തോതിലുള്ള ജനവാസം അന്റാർട്ടിക്കയിൽ നിയമപരമായി അസാധ്യമാണ്. ചുരുക്കത്തിൽ അന്റാർട്ടിക്കയിലെ കടുത്ത തണുപ്പ് ഒരു വലിയ ഘടകമാണെങ്കിലും മനുഷ്യവാസം ദുർഘടമാക്കുന്ന ഒട്ടനവധി സങ്കീർണമായ കാരണങ്ങൾ ഇവിടെയുണ്ട്. മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ലഭ്യത കുറവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, തീവ്രമായ ഒറ്റപ്പെടൽ, നിലവിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ, തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അഭാവം എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ ഈ ഭൂഖണ്ഡത്തെ മനുഷ്യവാസത്തിന് അനുയോജ്യം അല്ലാതാക്കി മാറ്റുന്നു.
അന്റാർട്ടിക്കയെ ഒരു ശാസ്ത്രീയ ഗവേഷണ കേന്ദ്രമായി സംരക്ഷിക്കാനും അതിൻ്റെ തനതായ പരിസ്ഥിതി നിലനിർത്താനുമാണ് ലോകം ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്.